ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തൂത്തറോക്കൻ എന്ന പക്ഷിയെ പറ്റിയാണ്. തൂത്തറോക്കൻ ഒരു മനോഹരമായ മധ്യവലുപ്പമുള്ള പക്ഷിയാണ്. അതിൻ്റെ തലയിൽ കാണുന്ന കിരീടം പോലെ ഉയർന്ന ഇലകളുള്ളതോ അല്പങ്ങൾ അതിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലും ഇന്ത്യയിലും സാധാരണയായി ഗ്രാമപ്രദേശങ്ങളിലും വയലുകൾക്കരികിലും ഈ പക്ഷികളെ കാണാൻ കഴിയും. ഈ പക്ഷിയുടെ വലിപ്പം ഏകദേശം 25-30 സെൻറ്റിമീറ്ററോളം നീളം വരുന്നു. ഇവയുടെ ശരീരത്തിൻ്റെ നിറം മഞ്ഞ കലർന്ന തവിട്ട് നിറവും ചിറകുകൾ കറുപ്പിന്മേൽ വെള്ള വരകളോട് കൂടിയതുമാണ്. ഈ പക്ഷികളുടെ തലയിലുള്ള ഉന്നതമായ കിരീടം ഭീഷണി തോന്നുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും അത് ഉയർത്തുന്നു. ചിറകുകൾ വലുതും വൃത്താകൃതിയിലുള്ളതുമാണ്. സാധാരണയായി ഇവ പ്രധാനമായും മണ്ണിൽ നിന്നുള്ള ചീറ്റ, കരളി, പുഴു, ചെറുകൃമികൾ എന്നിവ ഭക്ഷിക്കുന്നത് കൊണ്ട് ഇവ കീടഭോജിയായ ഒരു പക്ഷിയാണ്. ഇവയുടെ മൂർച്ചയുള്ള നീണ്ട കൊക്ക് ഉപയോഗിച്ച് മണ്ണ് കുത്തി ഭക്ഷണം തേടുന്നു. തെളിഞ്ഞ സ്ഥലങ്ങൾ, വയലുകൾ, കൃഷിയിടങ്ങൾ, പുൽമേടുകൾ എന്നിവയാണ് പ്രധാന ആവാസ സ്ഥലങ്ങൾ. ഈ പക്ഷികൾ കൂട് ഉണ്ടാക്കുന്നത് പഴയ കെട്ടിടങ്ങളിലോ മരത്തിൻ്റെ പൊത്തുകളിലോ ഒക്കെയാണ്. ഈ പക്ഷികൾ വസന്തകാലത്താണ് പ്രജനനം നടത്തുന്നത്. പെൺപക്ഷി പഴയ മരക്കൊട്ടുകളിലോ മതിലുകളിലോ പൊത്തുകളിലോ ആണ് മുട്ടയിടുന്നത്. സാധാരണയായി 5-7 മുട്ടകൾ ഇടുന്നു. മുട്ടയ്ക്ക് ചൂട് നൽകാനായി പെൺപക്ഷി 14-18 ദിവസം അടയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആൺപക്ഷിയും പെൺപക്ഷിയും കൂടി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. തൂത്തറോക്കൻ പക്ഷികൾക്ക് മറ്റുള്ളവയിൽ നിന്ന് ഭീഷണി നേരിടുമ്പോൾ അവയുടെ തലമുടി പോലുള്ള കിരീടം ഉയർത്തി ശത്രുവിനെ ഭയപ്പെടുത്തുന്നു. ഈ പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ ചിറകുകൾ താളം കേട്ട് അലിയുന്ന പോലെ തോന്നാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് തീവ്രമായ ഗന്ധം പുറപ്പെടും. ഇത് ശത്രുക്കളെ അകറ്റാനുള്ള പ്രതിരോധമാണ്. കൃഷിയിടങ്ങളിലെ പുഴുക്കളെ തിന്നൊടുക്കുന്നതിനാൽ കർഷകരുടെ സുഹൃത്ത് എന്നും ഈ പക്ഷിയെ പറയാറുണ്ട്. അതിൻ്റെ രൂപസൗന്ദര്യം മൂലം സംരക്ഷിക്കപ്പെടേണ്ട ഒരു പക്ഷിയാണിത്. ഈ പക്ഷികൾ സാധാരണയായി 10 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.